Aliens. വരാനുള്ളത് വഴി തങ്ങൂലെന്നൊക്കെ പറയണത് ഭയങ്കര ശരിയാണ്. എൻ്റെ പെങ്ങള് ആ ലില്ലിക്കുട്ടി, അവള് വല്ല അമേരിക്കയിലോ കാനഡയിലോ സിംഗപ്പൂരിലോ ഇരുന്ന് ഡോളർ എണ്ണി ഇരിക്കേണ്ട പെണ്ണ. അവൾ കഷ്ടകാലത്തിന് ഇപ്പോൾ അവൾ 2000 രൂപയ്ക്കുണ്ട് ഇരക്കണം. എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ മനുഷ്യൻ്റെ. അല്ലെങ്കിൽ കെട്ടിയോണെന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവന് 2000 രൂപ ഭാര്യയല്ലേ ചോദിച്ച ഒരാവശ്യത്തിന് കൊടുത്തൂടെ? പിന്നെ അവൾ ആരുടെ പോയി ചോദിക്കും? എന്തൊരു ഗതികേടാണിത്. അവൾക്ക് എന്താ ഇത്ര അത്യാവശ്യം പൈസക്ക് 2000 രൂപയ്ക്ക്? അവൾക്ക് ഡാൻസ് ക്ലാസ് ഒക്കെ ഉള്ളതല്ലേ? അതെ, എല്ലാം ഇപ്പോഴും അവളുടെ പൈസ വേണോ? അവൾക്ക് ഫീസെല്ലാം കിട്ടി വരണ്ടേ? ഒരു ആവശ്യം എന്താ? ആവശ്യം അറിഞ്ഞ് സഹായിക്കണ്ടേ? ആവശ്യം എന്താന്നേ? അവളെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഉണ്ടല്ലോ, കൂടെ പഠിച്ച പള്ളിക്കൂടത്തിലെ ബാച്ച്. അതിൽ കൂടെ പഠിച്ച ഏതോ ഒരു പെൺകുട്ടിയുടെ സഹോദരന് എന്തോ അസുഖം. അപ്പം അതിന് ചികിത്സിക്കാനായിട്ട് എല്ലാവരും പൈസ ഇടണുണ്ട്. അപ്പം അവൾക്കൊരു വിഹിതം ഇടണ്ടേ? അപ്പോൾ 2000 രൂപ വെച്ചാൽ ആൾക്ക് ഇടണേ. ആ പൈസ 2000 രൂപ ഇത്ര ആൾക്കാരുടെ കാര്യം എന്താ? ഇത്ര ആൾക്കാർ അസുഖത്തിനും അതിൻ്റെതായ ചിലവുണ്ട് ചികിത്സിക്കാൻ. എല്ലാവരും 10,000 രൂപയുടെ അതല്ല, ഒരു സ്കാൻ എടുക്കുമ്പോൾ ആവൂലേ 15 രൂപയും 20 രൂപയും. 100-200 രൂപയൊക്കെ ആണെങ്കിൽ ഉണ്ടാവും. ഇതിപ്പോ ഈ 2000 രൂപ ഒറ്റയടിക്ക് തല പറഞ്ഞ അവന്റെ ചിലപ്പോ ഉണ്ടായി. അവനവന് അസുഖം വരുമ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലൊക്കെ ദീനങ്ങൾ വരുമ്പോഴേ പഠിക്കൂ. ഇത് ഭയങ്കര നാണക്കേടാ പെണ്ണിന്. എന്റെ ഗതികേടാണ് അവളെ അവസ്ഥയെ. അവര് കൊടുത്തൂടെ? അപ്പൊ ഇത് നാണക്കേടല്ലേ? 2000 രൂപ എവിടെയെങ്കിലും മറിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പോട്ടെ, നിന്റെ അടുത്തുണ്ടെങ്കിൽ നിന്റെ മേടിച്ചു കൊടുക്കാമല്ലോ. എന്റെ കയ്യിൽ എവിടുന്നാന്നേ എന്ന് പറഞ്ഞാൽ എങ്ങനെ എവിടെന്നെങ്കിലും ഒപ്പിച്ച് കൊടുക്കണ്ടേ? പിന്നെ ഒപ്പിച്ചു കൊടുക്കാനായിട്ട് ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കി. എന്റെ പെങ്ങള് നാണം കെടൂല അവരെ മുമ്പ്. അത് അവള് പറഞ്ഞാൽ മതി, അടുത്ത ആഴ്ച തരാന്ന് പറയട്ടെ. ഞാൻ പറയാം ഈ ആഴ്ച ചികിത്സക്ക് അടുത്ത ആഴ്ച കൊടുക്കാന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാരും കൊടുക്കും. അവള് കൊടുക്കാൻ ബാക്കി എല്ലാരും കൊടുക്കണില്ല. ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഉണ്ടെങ്കിൽ നീ കൊടുക്കണ്ട. എന്റെ കയ്യിലൊന്നും പൈസ ഇല്ല, പോണു. ഞാൻ അവസാനമായിട്ട് ചോദിക്കണം, നിന്റെ ഉണ്ടെങ്കിൽ നീ കൊടുക്കുതങ്ങ. ഞാൻ അവസാനമായിട്ട് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ സഹോദരന്റെ പേര് ക്ലീറ്റസ് മത്തായി എന്നാണോ? ആണോ? കണ്ട അതിനെ കൊണ്ട് നേരെ മറിച്ച് എന്റെ തലയിൽ ഇടണം. ഒരു മറിക്കലുമില്ല, അത് തന്നെയാണ് സത്യം. നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ അത് നിങ്ങൾ ചോദിക്കണം, അവളെ കൊണ്ട് ചോദിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾ. ഹലോ, സാമ്പത്തികമായി നല്ല അടിത്തറയുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ് ഞാൻ. എനിക്ക് നിന്റെ 2000 രൂപ വേണ്ട, എനിക്ക് ഇറക്കേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? പെങ്ങളെ മുൻനിർത്തി അങ്ങോട്ട് ചോദിക്കുന്നു. കാണാൻ കൊടുത്താൽ മതി. എനിക്കെന്താ? എനിക്കൊന്നുമില്ല. എനിക്ക് 2000 രൂപയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ പാർട്ടി ഫണ്ടിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ മതി മതി കൊടുക്കാണ്ട്. നിങ്ങൾ കുടുംബക്കാർ എപ്പോഴും ഈ അടയും ചക്കരായിട്ട് ഇരിക്കുന്നവര്, അതുകൊണ്ട് പറഞ്ഞതാ. അയ്യോടെ പാവം. എന്ത് തപ്പിയത്? എന്ത്? ആരെന്ത് തപ്പിയെന്ന്? ഇരക്കണത് ഭയങ്കര നാണക്കേട്, തുറക്കാൻ കുഴപ്പമില്ല. എന്ത്? നിങ്ങളിപ്പോ എന്താ തപ്പിയത് ഇവിടെ? എന്ത് തപ്പി? ഇതെങ്ങനെ പാത്രം കാറ്റടിച്ച് വീണോ? ഇതില് എന്താ തപ്പിയത്? ഞാൻ എന്താ തപ്പിയത്? പാർട്ടി ഓഫീസിന്റെ താക്കോല്. പാർട്ടി ഓഫീസിന്റെ താക്കോല് ഇവിടെ അല്ലല്ലോ വെക്കാറ്. ഇന്നലെ ഇവിടെ കൊണ്ടുവച്ചു ഞാൻ. അതിപ്പോ കാണാനില്ല. അല്ലാതെ പെങ്ങളുടെ കൂട്ടുകാരിയുടെ ആങ്ങളെന്നെ സഹായിക്കാൻ വേണ്ടി തപ്പിയതാണോ? പിന്നെ എവിടെ തപ്പാൻ പോയല്ലേ? എന്നാ പിന്നെ സാമ്പത്തികമായിട്ട് അടിത്തറയുള്ള പാർട്ടിക്ക് വേണ്ടിയിട്ട് തപ്പിയതായിരിക്കും. നീ വലിയ വർത്തമാനമാണ്. ഞാൻ പാർട്ടി ഓഫീസിന്റെ താക്കോൽ ഇവിടെ വെച്ചിട്ടുണ്ട്, അത് കാണാനില്ല. നിങ്ങൾ പാർട്ടി ഓഫീസിന്റെ താക്കോലാണെങ്കിലും ശരി, എന്ത് തപ്പിയതാണെങ്കിലും ശരി, എനിക്കറിയാം നിങ്ങൾ പൈസ തപ്പിയതാന്ന്. ആ പൈസ നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. അതൊക്കെ ഞാൻ ഭദ്രമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. എനിക്കോ എന്റെ പട്ടിക്കോ നിന്റെ 10 പൈസ വേണ്ട. പിന്നെ പൂച്ചയ്ക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളിപ്പോ പൈസ തപ്പിയത്? ഇത് പൈസ തപ്പിയെന്ന് ആരടി പറഞ്ഞു നിന്റെ അടുത്ത്? നിങ്ങളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ കിട്ടാത്തതിന് നിരാശ. ഞാനങ്ങ് മാറ്റി കളയാം. അവളങ്ങ് അതൊന്നും പറഞ്ഞു വരെയാണ്. മനുഷ്യന് ഒരു സാധനം ഇവിടെ എവിടെയെങ്കിലും വെച്ചാൽ കാണാനില്ല. ആവശ്യമില്ലാത്ത കളയും. സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ വെക്കാത്ത സാധനം തപ്പിയാ കിട്ടൂല. ഒരു ഓസ് മേടിക്കണം കേട്ടോ, അതാകുമ്പോ പിന്നെ പാടില്ലല്ലോ. ശരീരം ഓസ് ഒന്നും വേണ്ട. ഇങ്ങനെ അങ്ങോട്ട് പോകണം. ഒരു ബിഷപ്പറെ മറ്റേ കവർ എന്തായാലും എടുക്ക്. നേരത്തിന് പോയാലേ നല്ല മീൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചീഞ്ഞ മീനെ കിട്ടുള്ളൂ. ആ ചട്ടി അങ്ങ് പൊട്ടിപ്പോയല്ലേ? എവിടെങ്കിലും പോകുമ്പോ ഒരു സഞ്ചി എടുത്ത് കൈ വെച്ചാലെന്താ? അപ്പൊ അതിങ്ങനെ എടുത്താ പണി.
ഒരു സഞ്ചി എടുക്കുന്നതിന് ഈ കടന്ന് ബഹളം ഉണ്ടാക്കുന്ന മൊത്തം. എടാ ഈ മീൻ എന്നൊക്കെ പറഞ്ഞ കാലത്ത് പോയി മേടിക്കണം, ഇല്ല മീൻ ചീഞ്ഞു പോവത്. അതെ, എനിക്ക് വളം ഡിപ്പോ പോയിട്ട് വേണം, അവിടെ വളം ബുക്ക് ചെയ്തതിന്റെ ശേഷം വേണം മീൻ മേടിക്കാൻ പോകാൻ. ഇത്ര ധൃതിയുള്ളവർക്ക് സഞ്ചി എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങിയാ പോരായോ? ഈ അകത്ത് സെഞ്ചി അവിടെ ഇരിക്കണമെന്ന് എനിക്കെങ്ങനെ അറിയാം? അകത്ത് വെച്ച് ചോദിച്ചില്ലല്ലോ. എന്താടാ നല്ല വെട്ടുമീൻ മേടിച്ചാലോ? കുറച്ച് വെട്ടുമീൻ മേടിച്ചാലോ? എന്തായാലും കുറച്ച് വല്ലതും വാങ്ങിച്ചാ അതെ, എന്ത് വാങ്ങിച്ചാലും ആവശ്യത്തിന് വാങ്ങിച്ചാൽ മതി. കൊട്ടയിലിരിക്കുന്ന മൊത്തം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കരുത്. മീനെന്ന് പറഞ്ഞാൽ നല്ല മീൻ എന്തിനാ? മതിയാവോളം കഴിക്കണം. പണ്ടത്തെ പോലെ ഒരു തല വെട്ടിയിട്ട് പുളി വെച്ച് കഴിക്കണ പോലെ ഒന്നും അല്ലല്ലോ ഇപ്പോ. ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ തിന്നണം. അതെ, അതിൽ മീനാണോ തിന്നുന്നത്? ചോറിന്റെ അറ്റത്തല്ലേ കൂട്ടുന്നത്? ഉള്ളതെല്ലാം കൂടെ മേടിച്ചോണ്ട് വന്ന് ഇവിടെ എന്ത് ചെയ്യാനാ? അമ്മായി പറഞ്ഞ പലതരം വാങ്ങിക്കേണ്ട ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചാൽ മതി എന്നാ പറഞ്ഞത്. മീനിന്റെ കാര്യത്തിൽ തർക്കമുണ്ടെങ്കിൽ ഞാൻ പോവാം, മീൻ മേടിക്കാൻ ഞാൻ പോയിക്കോളാം. അതെ വേണ്ട, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ സസ്പെൻഷൻ കഴിയുന്നവരെ പുറത്തധികം ഇറങ്ങണ്ട. ആൾക്കാർ കുത്തി ഓരോന്ന് ചോദിക്കാൻ നിൽക്കും. പിന്നെ എന്നോട് ഞാൻ ഇവിടെ നിന്നാ മതി പറഞ്ഞല്ലേ. സസ്പെൻഷൻ അല്ലേ, കൊലപാതകം ചെയ്യുന്ന എല്ലാവരും. അല്ല പറഞ്ഞു എന്ന് മാത്രം, ആവശ്യമില്ലാണ്ട് എന്തിനാ പോണ്? ഞാൻ പോയിട്ട് വരാന്നാ. മീൻ വാങ്ങിക്കാം ഇടപ്പഴി മാർക്കറ്റിൽ പോണം. അവിടെ പോണെങ്കിൽ അവിടെ നമ്മുടെ ഒരു പയ്യനുണ്ട് സെയ്ത്, അതായത് വലതുവശത്ത് നിന്ന് നാലാമതിരിക്കും. അവൻ്റെ അടുത്ത് പറഞ്ഞാൽ നല്ല മീൻ, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല മീൻ തരും. എൻ്റെ കൂട്ടുകാരൻ്റെ എന്നല്ലേ? എടാ ഞാൻ നല്ല മീൻ മേടിച്ചോട്ടെ, അധികം. പിന്നെ ഞാൻ വേറെ കേസ് ചീരത്തോട്ടത്തിൻ്റെ ഒരു ചെറിയ കാര്യം ഒന്ന് സംസാരിക്കും. എന്താ വന്നേ പറയട്ടെ. ഇവിടെ ഈ ചീര എല്ലാ പ്രാവശ്യവും കൊടുക്കണം, മറ്റേ ആ തമിഴ്നാട്ടിലൊക്കെ കൊടുത്തു, അതൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞല്ലോ. അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ ആളുണ്ട് അവിടെ കൊടുക്കാം. അതൊക്കെ പിന്നെ പറയാം, നീ വരുന്നത്. പിന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഒരു കാര്യം അവൻ്റെ അടുത്ത് ചോദിച്ചാൽ അവൻ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ പക്ഷെ ഒച്ചപ്പാടും പോകളൊന്നും ഉണ്ടാക്കില്ലേ. എന്താണ്? ഒന്നുമില്ല. പിന്നെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരു 2000 രൂപ മറിക്കാൻ കാണുമോ? നമുക്ക് എടുക്കാം. ഞാൻ 2 ദിവസത്തിനകത്ത് തിരിച്ചങ്ങനെ 2 ദിവസത്തിനകത്ത് തിരിച്ചു. ഇവൻ ചീരത്തോട്ടത്തിന്റെ കാര്യം പറയാനല്ലടാ വിളിച്ചേ. പിന്നെ ഇവനൊരു 2000 ഉറുപ്പിക തിരിവറിയത് കൊടുക്കാൻ കടം ചോദിക്കണേ. അതിനാണ് മാറ്റിയെടുത്ത് കൊണ്ടുപോയത്. എടാ കഴിഞ്ഞ ആഴ്ച ഞാൻ നിനക്ക് 2000 ഉറുപ്പിക തന്നല്ലേ? അതിന്റെ മുമ്പ് നീ എൻ്റെ ഒരു 500 ഉറുപ്പിക. ഇപ്പൊ എനിക്ക് കാശ് എത്ര തരാൻ? മേടിച്ച ഏതെങ്കിലും ഒരു പൈസ നീ എനിക്ക് തന്നിട്ടുണ്ടാ? എന്നിട്ട് അവന് 2000 ഉറുപ്പിക അത് പുറത്തും ചോദിക്കാൻ പഠിച്ചിട്ട്. നീ ഉളുപ്പില്ലല്ലേ അമ്മ, ഒരിക്കൽ ചോദിച്ചാൽ വീണ്ടും ഒരിക്കൽ നമ്മൾ കൊടുത്ത പിന്നെ വീണ്ടും വീണ്ടും കൊടുത്തോണ്ടിരിക്കേണ്ടി വരും. അതാണ് സംഭവിക്കുന്നത്. ഒരിക്കൽ കൊടുക്കാതിരിക്കണം. ഇത്രയും കാലം നീ ഇറങ്ങിപ്പോയിട്ട് നിനക്കൊരു 2000 രൂപ എടുക്കാനില്ലേടാ? നേതാവാണ് ഇത്ര നേതാവ്. നിങ്ങളിങ്ങനെ 3 പേരും കൂടെ വട്ടം പറഞ്ഞെന്ന് ഒരാളെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മാവന്റെ കയ്യിലുണ്ടോ പൈസ കൊടുക്കാൻ? ഉണ്ടോ? എണ്ണയിലുണ്ടോ കൊടുക്കാനായിട്ട്? എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തന്നെ. രാവിലെ തൊട്ട് ക്ലീറ്റോ ചേട്ടൻ 2000 രൂപയ്ക്ക് നടക്കുക. ഓ അതാണ്. ഓ എവിടെ കൂട്ടുകാരുടെ സഹോദരൻ ആർക്കോ ഒരുത്തിന് സുഖം അടക്കണം, അവന് സഹായിക്കാൻ വേണ്ടി 2000 രൂപ ചോദിച്ചു. അത് വയ്യാത്ത സഹോദരൻ ഇതാണ്. എന്താ സുഖം? അങ്ങനെ പറഞ്ഞാലല്ലേ ഏട്ടൻ ഉള്ളൂ. ആദ്യം എൻ്റെ അങ്ങളോട് വല്ല അധ്വാനിച്ച് തിന്നാൻ പറ. ഒരു 5 ആളോട് 2000 ഉറുപ്പിക ഇറന്ന് കിട്ടിക്കഴിഞ്ഞാലേ ഒരു ദിവസം 10000 ഉറുപ്പിക കിട്ടും. അമ്മ അത്രക്ക് അത്യാവശ്യമുള്ളതല്ലേ ചോദിക്കുന്നത്? എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ കൊടുത്തേനാ. എൻ്റെ പൈസ ഇല്ല. എൻ്റെ ആപ്പാട് ഇരിക്കുന്ന ചേച്ചി സൂക്ഷിക്കാൻ തന്ന ചേച്ചിയുടെ ചിട്ടി പൈസയാ. അതെടുത്തിട്ട് ഞാൻ എങ്ങനെ കൊടുക്കും? തങ്കം, എടി തങ്കം, അതെ ഞാൻ തങ്കം, എന്താ ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കണോടി നീ. ഇങ്ങനെയാണ് നീ കാണിക്കണം. ദാഹിച്ച് വലഞ്ഞ് തൊണ്ട പൊട്ടി ഒരുത്തൻ ചാവാൻ വന്ന ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ നീ കൊടുക്കരുത്. നീ പൈസ പുഴുത്തി വെച്ചോ. നിന്റെ പൈസ സൂക്ഷിപ്പിക്കാതെ എവിടാണല്ലേ വെച്ചോ. നീ ഒരു ആവശ്യത്തിന് ചോദിച്ചാൽ തരല് കേട്ടോ. നീ ഇതിന് പൈസ ഉണ്ടല്ലോ, നിന്റെ പൈസ ഓതാവാതെ പോകും. നീ സത്യമാണ്, ക്ലീറ്റോനെ പേടിച്ചിട്ട് തന്നെയാണ് ഞാൻ അവളുടെ കയ്യിൽ പൈസ കൊടുത്തത്. ആ പൈസ തരൂല, അത് എന്റെ പൈസ അല്ല. ചിട്ടി പൈസക്ക് ആള് വരുമ്പോ എനിക്കത് കൊടുക്കണം. ഞാൻ നേരെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? നീ വെച്ച് പുഴുങ്ങി തിന്നോടി. പുഴുങ്ങി തിന്നാനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പൈസ ക്ലീറ്റസ് വിചാരിച്ച പൈസ ഇവിടെ എത്തും. നീ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ ഒരു ബക്കറ്റ് ഇരിപ്പുണ്ട്. അതുള്ളിടത്തോളം ഞങ്ങൾക്ക് ഒരുത്തനെയും പേടിക്കണ്ട. ഒരുത്തന്റെ അവതാരി എടുക്കണ്ട. ഇതെന്ത് പാടാന്ന് പറയാ. എന്നെ ഏൽപ്പിച്ചേക്കണ പോലെയാണ്. നീ സംസാരിക്കണ്ട. പൈസ വരും, പൈസ പോവും. നിങ്ങൾക്ക് പോവല് മാത്രമല്ല, എന്റെ പൈസ ഉണ്ടല്ലോ. നീ എല്ലാരും കൂടെ കുറച്ച് പൈസ എല്ലാരും കയ്യിലുള്ളതിന്റെ അഹങ്കാരമാണ് ഇവിടെ എല്ലാത്തിനും. നോക്കിയോ? അറിയാതെ പറഞ്ഞു. എന്താണ് ഒരു തോറ്റ സ്ഥാനാർത്ഥിയുടെ മുഖം? ഒന്നുമില്ലടേ, നമ്മൾ ഒരുപാട് പൈസ കണ്ടു വളർന്നതാണ്. പക്ഷെ ഒരു സാഹചര്യം വരുമ്പോൾ കൂടെ ഉള്ളവർ കൂടെ നിൽക്കണ്ടേ? ഇതൊക്കെ വലിയ പാഠമാണ് എനിക്ക് റൊണാൾഡേ. നമുക്ക് വലിയ പാഠമാണ് ഇതൊക്കെ.
കാര്യം പറ മച്ചമ്പി, കാര്യം പറ. എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എള്ളുണ്ട തീരത്തേ ഉള്ളൂ. ഒന്നുമില്ലടാ, എനിക്കൊരു ഇന്ത്യയിലുണ്ടോ 2000 രൂപ എടുക്കാൻ? ഇപ്പം അതിൻ്റെ ചീത്തവിളി റോസ്മേരി ആയിട്ട് കഴിഞ്ഞേ ഉള്ളൂ. മൊബൈലുകാർക്ക് ഞാൻ പൈസ അയച്ചു കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട്. ഒരു ഐഡിയ ഉണ്ട്. ബാങ്കിൽ പൈസ കിടപ്പുണ്ട്, കറക്റ്റായിട്ട് അക്കങ്ങൾ ഞെക്കിയ പൈസ കിട്ടും. എന്തോന്ന് ബാങ്ക്? നീ ഏത് ഈ ബാങ്ക്? വീട്ടിലുള്ള ബാങ്ക്. ഈ വീട്ടിലുള്ള ഒരു ബാങ്ക് ഞാൻ ചോദിച്ചു. അവരിപ്പോൾ വായ്പയൊന്നും കൊടുക്കണില്ല, ഒരു പൈസയും. ഞാൻ ഉദ്ദേശിച്ചത് തങ്കഞ്ചേട്ടത്തിയല്ല, പഴയൊരു സൊസൈറ്റി ഇവിടെ ഉണ്ട്. അതാകുമ്പോൾ പലിശ കുറവാ. ഏത്? അമ്മ പെൻഷൻ പൈസയുടെ മിച്ചമൊക്കെ കാണും. അമ്മ വന്നപ്പോൾ എന്തോ തങ്കരയും കൊടുത്തോണ്ട് ഞാൻ കണ്ട. കറക്റ്റായിട്ട് കാര്യങ്ങളൊന്ന് അവതരിപ്പിച്ച് എന്തെങ്കിലും ഒരു കള്ളക്കഥ മതി. അച്ചപ്പയ്ക്ക് കള്ളം പറയാ. ശ്രമിച്ചു നോക്കാം. ഒരു കാര്യം ചെയ്യും, ഇഷ്ടനെ അവന് ഇഷ്ടപ്പെട്ട പോലെ അമ്മയ്ക്ക് എള്ളുണ്ട ഭയങ്കര ഇഷ്ടമാണ്. കുതിയാല അവലുമായിട്ട് എന്ന് കാര്യം പറഞ്ഞ പോലെ ഈ എള്ളുണ്ട കണ്ടു ചെന്നിട്ട് കാര്യം അവതരിപ്പിക്കുക, പൈസ മേടിക്കുക. എന്തായാലും ചോദിക്കില്ലേ, 2000-ത്തിനോട് ഒരു 500 രൂപ ചോദ്യം. അതെന്തിന്? റോസ്മേരിക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പൈസ ഇട്ട് കൊടുക്കാറുണ്ട്. നാണല്ലടാ നിനക്ക്? ഒരാളത്ത് കടം ചോദിക്കണമെന്ന് പറഞ്ഞ് പിന്നെ തോന്നിയ പോലെ ചോദിക്കാം. പോങ്ങോട്ട്. നാരായണ നാരായണ നാരായണ. അശ്വകാരിഷ്ടം. അശ്വകാരിഷ്ടം നിറച്ചിരിക്കുകയല്ലേ, മറ്റേതെന്തോ അമ്മ എന്തോന്ന് എള്ളുണ്ടല്ലേ അത്? അമ്മയ്ക്ക് ഇഷ്ടമുള്ള എള്ളുണ്ട. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എള്ളുണ്ട. മധുവിന്റെ കടയിൽ പോയപ്പോഴേ അവിടുന്ന് വാങ്ങിച്ചാണ്. നമ്മ രണ്ടും എടുത്തത്, രണ്ടും അമ്മയ്ക്കുള്ളതാണ്. ഭയങ്കര ബലമല്ലടാ. എങ്ങനെയൊക്കെ അമ്മ ഇത് നമ്മൾ ഇച്ചിരി ഇതില്ലേ കട്ടൻ ചായ, കട്ടൻ ചായയിൽ ഒന്ന് കുതിർത്തിട്ട് ചവച്ചാൽ പെട്ടെന്ന് തിന്നാൻ പറ്റും. പണ്ട് ഒരു ഇരുന്ന് 7 വട്ടം തിന്നിട്ടുണ്ട്. പല്ലിന്റെ തകരാറ് കൊണ്ടുണ്ടല്ലോ, ഒന്നും പറ്റുന്നില്ല. ഇത് അമ്മ രണ്ടും കഴിച്ചോ? കട്ടൻ ചായ ഇട്ട് കുടിക്കാം. കട്ടൻ ചായയുടെ കൂടെ. ഇത് അമ്മയ്ക്ക് ഇവിടെ ഇതാരും മാറ്റൊന്നും തരില്ലെന്ന് എനിക്കറിയാം. നമ്മളെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സഹജീവികളുമായിട്ട് അത് പങ്കിട്ടല്ലേ അമ്മ നമ്മൾ ജീവിക്കുക, അല്ലേ? എല്ലാവർക്കും കൊടുത്തല്ലേ ചെയ്യാൻ. അങ്ങനെ തന്നെ ജീവിക്കേണ്ടത്. നമ്മുടെ വീട്ടിലൊരു സാധനം ഉണ്ടെങ്കിൽ അത് അയൽവാസികൾക്ക് വരെ കൊടുക്കണമെന്ന്. നമ്മളിൽ എന്തുണ്ടെങ്കിലും നമ്മൾ അത് അയൽക്കാർക്കും അല്ലെങ്കിൽ സഹജീവികൾക്ക് എല്ലാവർക്കും കൊടുത്ത് നമ്മൾ ശീലിക്കണം. പക്ഷേ അമ്മയുടെ മക്കൾ എന്തമ്മ ഇങ്ങനെ ആയിപ്പോയത്? ഏത് മക്കൾ? എന്തോന്ന് അമ്മ? എനിക്കറിയാം അമ്മ ഇപ്പം അമ്മയുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അമ്മ പങ്കുവയ്ക്കും, തരും എല്ലാവർക്കും. പക്ഷേ ഭയങ്കര കഷ്ടമാണ് അമ്മ ഇവിടുത്തെ കാര്യം. എന്ത് ഇപ്പം നിനക്ക് വിഷമം ഉണ്ടാവാൻ കാര്യം എന്തെന്ന് പറ? ഒന്നുമില്ല അമ്മ. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അമ്മ. അപ്പം അമ്മയുടെ ഭർത്താവ് മാമൻ, മാമ ഉണ്ടായിരുന്ന സമയത്ത് മാമൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വിഷമോ വന്നാൽ അമ്മ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യൂലേ അമ്മ? ഓ, അതൊന്നും പറയാതിരിക്കുന്നതാടാ നല്ലത്. അതൊക്കെ ഇനി എന്നെ ഓർമ്മിപ്പിക്കല്ലേ നീ ഒന്നും. ഇല്ലേ അമ്മ എപ്പോഴും കൂടെ നിന്ന് ഒരു താങ്ങായി ഒരു തണലായി ഇല്ലേ അമ്മ? പിന്നെ അങ്ങനെയല്ലേ? പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല അമ്മ. ഇവിടെ എന്തമ്മയുടെ മോളും മോനും ഒക്കെ എന്തമ്മ ഇങ്ങനെ ആയിപ്പോയത്? അവർ നിന്നെ ഇത്ര വിഷമിപ്പിക്കാൻ നീ ഇത്ര സങ്കടപ്പെടാതെ എന്തോ പറഞ്ഞെന്ന് പറ. സങ്കടമുണ്ട് അമ്മ, സങ്കടമുണ്ട്. ഞാനേ അമ്മ, എനിക്കിപ്പോൾ ഒരു ചെറിയൊരു സാമ്പത്തികമായ ഒരു അത്യാവശ്യം. അത് എനിക്ക് വേണ്ടിയല്ല അമ്മ. എൻ്റെ സുഹൃത്ത്, നമ്മൾ സുഹൃത്തുക്കളെന്ന് നമ്മൾ രക്തബന്ധത്തെക്കാളും സ്നേഹമാണ് സുഹൃത്തുക്കളുമായിട്ട്. ഒരു അന്യ സഹായം എപ്പോഴും നല്ലതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഇത് വേറെ ആരുമല്ല അമ്മ, നമ്മളെ കുടുംബത്തിലൊരു അംഗം പോലെയല്ലേ അമ്മ നമ്മളെ നടരാജൻ. നടരാജനൊരു വലിയ അസുഖം അമ്മ. എൻസൈക്ലോപീഡിയ മാനിയ എന്ന് പറഞ്ഞിട്ടൊരു വലിയ അസുഖം. അതായത് ഓർമ്മ പോവും. അല്ല, അല്ലെങ്കിൽ അവന് ഓർമ്മയില്ലല്ലോടാ. അതില്ല, പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ തീരെ ഓർമ്മയില്ല അമ്മ. ഓർമ്മ അങ്ങ് പോയി പറഞ്ഞാൽ പിന്നെ നമ്മളെ കരഞ്ഞൂടാതാവും. പിന്നെ നിൽക്കുന്ന നിപ്പിൽ അങ്ങ് ബോധം കെട്ട് വീഴും, തല കറങ്ങിയിട്ട് അങ്ങനെയൊക്കെ ഒരു അസുഖം. അപ്പൊ അവന് ഒരു ടെസ്റ്റിന് കൊണ്ടുപോകണം. അപ്പൊ ആ ടെസ്റ്റിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി പൈസ വേണം. ആ പൈസക്ക് ഈ വീട്ടിൽ ഞാൻ ആരുടത്തില്ല ഒരു 2000 രൂപ ചോദിച്ചെന്നറിയാമോ? കാണത്തില്ലായിരിക്കും. അല്ല, ഉണ്ടെങ്കിലും തരൂല അമ്മ ഇവിടെ ആരും. അതല്ലേ ഞാൻ പറഞ്ഞത്, അതിന്റെ സഹജീവികളോട് പങ്കുവെച്ചത്. ഞാനിപ്പോൾ അമ്മയ്ക്ക് തന്നില്ലേ, ഇതുപോലെ തരണം. അങ്ങനെ ഒരു 2000 അല്ലേ ചോദിച്ചത്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യമല്ലേ കൊടുക്കണ്ടേ? അപ്പോൾ തന്നില്ല. തരാത്തത് പോട്ട് എല്ലാവരും നമ്മളെ അപമാനിക്കണമ്മ. സഹിക്കൂലമ്മ. ഒരു ജീവൻ രക്ഷിക്കും. അമ്മയുടെ മോനാണ് ഇപ്പം ഇങ്ങനെ ഒരു അസുഖമെങ്കിൽ എന്ത് ചെയ്യും അമ്മ? ഞാൻ എവിടെ പോയാലും ശരി എൻ്റെ കൊച്ചിനെ ഞാൻ രക്ഷിക്കും. കണ്ട, എനിക്കറിയാം അമ്മയുടെ മനസ്സ്. അമ്മ ഇപ്പം എനിക്ക് വേണമെങ്കിൽ 5000 തരും, എനിക്കറിയാം. ഉണ്ട് അമ്മ, ഒരു 2000 തരാം. ഉണ്ടാ അവനൊന്ന് ആശുപത്രി കൊണ്ടുപോയി കാണിക്കാനേ. 2000 ഒന്നും എൻ്റെ ഇല്ലടാ. പോട്ടമ്മ, ഒരു 1500 ആയാലും കുഴപ്പമില്ലാത്ത അമ്മ. അതും ഇല്ല. ഇനിയിപ്പോൾ 1000 ആണെങ്കിലും കുഴപ്പമില്ല.
1000 ആയാലും മതി അമ്മ. മക്കളെ എൻ്റെ അത്രയും ഇല്ലടാ. എന്നാ പോട്ടെ 250 രൂപ ഉണ്ടെങ്കിൽ അത് അമ്മ. ഞാൻ ഒരു 500 രൂപ തരാം നിനക്ക്. 500 മതി അമ്മ. ഇത് ഇനിയിപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും 2 അമ്മമാരടുത്തോടെ ചോദിച്ചാൽ അവർ തരും. എനിക്ക് വേറെ ഉണ്ട് ആൾക്കാർ. ഇനി ഞാൻ ഈ ചെറുപ്പക്കാരോടൊന്നും ചോദിക്കില്ല. എന്ത് നികൃഷ്ടജീവികൾ അമ്മ. പിന്നെ ഒരു കാര്യം, അമ്മ എനിക്ക് തരണത് ഈ കൈ കൊണ്ട് വാങ്ങണത് ഇനി വേറൊരു കൈ അറിയരുത്. അത്ര എനിക്ക് നിർബന്ധമുണ്ട്. അമ്മ എനിക്ക് 500 രൂപ തരണത് ഇതാണ്ട് ഈ വീട്ടിലെ വേറൊരു കുഞ്ഞും അറിയരുത്. അത് അമ്മ എൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. അയ്യോ എന്റെ തലയിലൊന്നും തൊട്ട് സത്യം ചെയ്യട്ടെ. എൻ്റെ വാക്കാണ്. ആരുടെ പറയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയൂല തന്നെ. പറയൂല. ഒരു കുഞ്ഞു ചോദിച്ചാലും അമ്മ മിണ്ടരുത്. ഈ കട ഞാൻ അമ്മയ്ക്ക് തിരിച്ചു തരും. ക്ലീറ്റസ് ആണ് പറയണത്. അമ്മയ്ക്ക് ഞാൻ ഇത് തരും. എനിക്ക് വാശിയാണ്. അത് തിരിച്ചു ഞാൻ തരണത് ഇവരെയൊക്കെ മുമ്പിൽ വെച്ച് അമ്മയ്ക്ക് ഞാൻ തിരിച്ചു തരും ഈ പൈസ. കിട്ടുമ്പോൾ ഞാൻ തന്നാ മതി. അതൊക്കെ ഉള്ളടാ. ഇപ്പം എൻ്റെ ഉള്ളത് മതി അമ്മ. അമ്മയ്ക്ക് പിന്നെ കൊട്ടൻ ചുക്കാതിയോ മറ്റേ തൈലോ ഇതെന്തെങ്കിലും വാങ്ങാനുണ്ടോ അമ്മ? കൊട്ടൻ ചുക്കാതി തീരാറായി. അത് സാരമില്ല, കുറച്ചുകൂടെ ഒക്കെ ഇരിപ്പുണ്ട്. അത് ഞാൻ വാങ്ങിച്ചോളാം. ഇതാണ്ടാ. ഓ മതി അമ്മ, ഇത് മതി. സന്തോഷം. പ്രാർത്ഥിക്കണേ അമ്മ, നടരാ എൻ്റെ അസുഖം പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട്. അത് അവൻ്റെ നല്ല ആർക്കും അസുഖം വരരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ അമ്മ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആര് ചോദിച്ചാലും മിണ്ടരുത് കേട്ടല്ലോ. നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ഇടപാടില്ല. ഇത്രയും പേടിയാണ് അതൊക്കെ കളിയാക്കും, അതുകൊണ്ട് പറഞ്ഞു. എന്റെ വായിന്നത് വെളി പോവത്തില്ല. നിനക്ക് എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ക്ലീറ്റോ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്താ ഒന്നുമില്ല. എന്താണോ ക്ലീറ്റോ ചേട്ടൻ വന്ന? എന്റെ എള്ളുണ്ട കൊണ്ട് തന്നെ എനിക്കൊരു ഇച്ചിരി കട്ടൻ ചായ കിട്ടിയോ കൊള്ളാം. ഞാൻ അങ്ങനെ ഇരിക്കാൻ കഷ്ടം. തങ്കം ചേച്ചി. എന്തോ? ആ അശ്വതിയാ, ഇന്നലെ വരാഞ്ഞ? ഇന്നലെ വരണമെന്ന് വിചാരിച്ചതാ, പക്ഷെ കുറച്ച് ആവശ്യമുണ്ട്. ആണാ? ലില്ലി, എടി ആ പൈസ എടുത്തോ. എന്ത് ചെയ്യാൻ പോണെന്നിട്ട് പൈസ? കൊറേ നാളായിട്ട് വണ്ടി എടുക്കണോണ്ടായിരുന്നു. ഉടനെ എടുക്കാൻ ചേട്ടനും പറഞ്ഞു. ഓ വണ്ടി എടുക്കാൻ പോവാ? കാറാ? സ്കൂട്ടർ, ആക്റ്റീവ. സ്കൂട്ടറാ? പിന്നെ എന്താ വിശേഷം? കൊച്ചെന്ത്? കൊച്ചിനെ അമ്മ എടുത്താക്കിയിട്ടാണ്. അവനിപ്പോ എത്ര വയസ്സായി? 2 വയസ്സായി. അടുത്ത ചിട്ടിക്ക് കൂടൂലേ? കൊച്ചെന്ത്? അമ്മ എടുത്തിരിക്കണം. $500 കുറവ്. ഇതൊന്ന് എണ്ണിക്ക നീ. ഇത് 3 ഉണ്ട്, 3000. അപ്പൊ പൈസ കുറവാണല്ലോ. നമ്മള് കറക്റ്റായിട്ട് എണ്ണി വെച്ചതല്ലേ? 24,500 ഉള്ളൂ. 25 നമ്മൾ എണ്ണി വെച്ചതല്ലേ? കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യ്. ഒന്നല്ലെങ്കിൽ ഇപ്പൊ ഇത് 24,500 ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഇത് കൊണ്ടുപോ. എന്നിട്ട് 500 രൂപ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. നാളെ എപ്പോഴെങ്കിലും തരാം. അല്ലെങ്കിൽ ഒരുമിച്ച് തന്നാൽ മതിയെങ്കിൽ ഒരുമിച്ച് തരാം. അല്ലെങ്കിൽ നാളെ വേണ്ട, എന്നാ ഇത് കൊണ്ടുപോയിക്കോ. 24,500 ഉള്ളു. അത് കുഴപ്പമില്ല. അത് ചിലപ്പോഴേ ഞാൻ വെച്ചതിന്റെ കുഴപ്പമായിരിക്കും കേട്ടാ. ഇത് കൊണ്ടുപോയിക്കോ. നാളെ അപ്പ പറഞ്ഞു. നാളെ ഒന്നല്ലെങ്കിൽ ഞാൻ കനകനെ കൊണ്ട് ഗൂഗിൾ പേ ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാടാ കേട്ടോ. ശരി, വണ്ടി എടുത്തിട്ട് ഈ വഴി വരണം. ശരി എന്നാ. നീ അലമാരി ചെന്ന് നോക്കി അതിനകത്ത് ഇരിപ്പുണ്ടോന്ന് 500 രൂപ. അതിന്റെ നീ നോക്ക്. $500 എവിടെ പോയി വന്നാല്? എന്താടി? ഇല്ല ചേച്ചി, ഇല്ല. ചേച്ചി തന്നത് ഞാനൊരു ഡയറി ഇടാത്തൊക്കെ വെച്ചിരിക്കായിരുന്നു. അങ്ങനെ തന്നെ വെച്ചത്. നമ്മൾ 24,500 അല്ലേ എണ്ണി വെച്ചത്? 24 അല്ല 25. 25 അല്ലേ എണ്ണി വെച്ചത്? പിന്നെ 500 രൂപ പോയി. ചേച്ചി എന്റെ 500 രൂപ എടുത്തിട്ട് ഞാൻ നിന്റെ മുമ്പിൽ വെച്ചല്ലേ എണ്ണി തന്നത്. പിന്നെ അതോടൊപ്പം ഞാൻ അലമാരി തുറന്നിട്ട് എടുത്തിട്ടില്ലല്ലോ. ഞാൻ എന്തിനാ എടുക്കാനായിട്ട്? വല്ലവന്റെ പൈസ ഞാൻ എടുക്കുവോ? ആ പെണ്ണ് എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ആരെടുക്കാനാ? ചേച്ചി, ക്ലീറ്റോ ചേട്ടൻ വന്നായിരുന്നു. ക്ലീറ്റോ ചേട്ടൻ വന്നായിരുന്നു.
എപ്പോ? കുറച്ച് നേരത്തെ. എന്നാ ഇത് അത് തന്നെ. ഈ മനുഷ്യനെ കൊണ്ട് ചേച്ചി. എന്താ ഇങ്ങോട്ട്. ചേച്ചി ഞാൻ കണ്ടില്ല എടുക്കുന്നു. ലില്ലി, ഇന്ന് ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. നിങ്ങൾ ആ കൈവച്ച് എന്നെ ഞെക്കി കൊല്ലും. കാര്യം പറയണേ, എന്തോ നിങ്ങൾ പൈസ എടുത്തോ? ക്ലീറ്റോ ചേട്ടാ ഇങ്ങോട്ട് നിന്റെ വന്നേ. പൈസ, നിന്റെ ക്ലീറ്റോ പൈസ, ചേട്ടാ നിന്റെ പൈസ ഇവിടെ ഇല്ലല്ലോ. ഇങ്ങോട്ട് വന്നേ. എന്താ കാര്യം പറ. ക്ലീറ്റോ ചേട്ടൻ കുറച്ച് നേരത്തെ അവിടെ വന്നില്ലേ അമ്മേനെ കാണാനായിട്ട്? അതുകൊണ്ട് അപ്പൊ അവിടെ അലമാരിലിരുന്ന പൈസ വല്ലതും എടുത്താ ക്ലീറ്റോ ചേട്ടൻ? വലിയ ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. ആവശ്യമുള്ള വർത്താനം തന്നെ. ക്ലീറ്റോ ചേട്ടൻ എന്നെ കണ്ടപ്പോ പരിങ്ങി എന്തിനാ? എന്തോ പരിങ്ങിയില്ലേ എന്നെ കണ്ടപ്പോ? ആര്? ഞാൻ ആരെയും കണ്ടിട്ട് പരിങ്ങൊന്നുമില്ല. മനുഷ്യന് ചെലവിന് വരാൻ പറ്റൂല. ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കണേന് നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ആരെയും പൈസ ഒന്നും എടുത്തിട്ടില്ല. നിങ്ങൾ പൈസ നിങ്ങൾ എന്തോ നോക്കാം. എന്താ കൈ മാറ്റ്, കൈ മാറ്റ്, കൈ മാറ്റ്. തങ്ക അത് ഇത് കണ്ടാടി? എന്റെ പൈസ. കണ്ടാടി? ഇത് എന്റെ പൈസ. ഈ മനുഷ്യന്റെ കയ്യിലുണ്ടായില്ല 10 പൈസ. ഇത് എന്റെ അടുത്ത് വന്ന് ക്ലീറ്റോ ചേട്ടൻ ഞാൻ പൈസ നിന്നോട് ചോദിച്ചല്ലേ? ചോദിച്ചില്ല. ഇത് എനിക്ക് അമ്മ തന്ന പൈസയാണ്. ഇത് ഞാൻ വെറുതെ കള്ളത്തരം പറയല്ലേ ക്ലീറ്റോ ചേട്ടാ? ഇത് ലില്ലി, നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ഒരു കള്ളമില്ല. എനിക്ക് 500 ഇല്ലാഞ്ഞിട്ടല്ല, ചിലപ്പോ 500 എന്റെ കയ്യിലുണ്ടാവും. പക്ഷെ ഇത് കാണിക്കുന്നത് തെണ്ടിത്തരമാണ് ക്ലീറ്റോ. എന്റെ പൈസ ഞാൻ എടുത്തിട്ടില്ല അവിടെ ഇതെന്റെ ഇത് ഭയങ്കര മോശമായി പോട്ടെ. ചേച്ചി എന്നെ വിശ്വസിച്ച് എന്റെ അടുത്ത് ഏൽപ്പിച്ച പൈസയാണ്. ലില്ലി മോളെ ഞാൻ പറയണത് നീ എങ്ങനെ അതെന്താ ലില്ലി മോളേന്ന്? ഞാൻ അമ്മ വിളിച്ചു ചോദിച്ചു. അമ്മേനെ വിളിക്കണ്ട. നിങ്ങളെ കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കൂല. അമ്മ തന്ന പൈസയാണെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞു ചേച്ചി എന്റെ ഉണ്ടെങ്കിൽ ഞാൻ തരാന്ന്. ഇത് ചേച്ചിയുടെ പൈസയാന്ന്. അമ്മ ഇങ്ങനെ ഇറങ്ങി വന്ന അമ്മ. എന്താന്ന് അമ്മക്ക് അത്ര ബോധക്കേടൊന്നുമില്ല. അമ്മയ്ക്ക് പൈസ ഇത് അമ്മ എനിക്ക് തന്ന തന്നെ. പിന്നെ അമ്മയുടെ കയ്യിൽ പൈസ ഇരിക്കല്ലേ? അമ്മ നിങ്ങളെ പോലെ പഠിച്ചു അമ്മ ഇവിടെ രണ്ടും കൂടെ എന്നെ കള്ളനാക്കണമ്മ. ഈ 500 രൂപ അമ്മ എനിക്ക് തന്നല്ലേ, അമ്മ ഒന്ന് പറഞ്ഞു കൊടുക്കമ്മ. ഓ കണ്ട അല്ലെന്ന്. അമ്മ ഞാൻ അവിടെ വന്ന് അമ്മ എടുത്തിരുന്ന് കുറെ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇത് കടമായിട്ട് അമ്മ എടുത്ത് ചോദിച്ചിട്ട് അമ്മ എനിക്ക് തന്ന പൈസ അല്ലേ, അമ്മ ഒന്ന് പറഞ്ഞു കൂടെ അമ്മ. അമ്മ കൊടുത്താണോ ക്ലീറ്റോ ചേട്ടൻ ഈ പൈസ? പറയാമ്മ 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 പറയാമ്മ. അല്ലാണ്ട് അല്ല. അമ്മ ഇതിന് ക്ലീറ്റോ അനുഭവിച്ചില്ലെങ്കിൽ നോക്കിക്കോ ക്ലീറ്റോ. സത്യം ക്ലീറ്റോ ചേട്ടൻ, ഇത് ഞാനും രാഘവോ ക്ലീറ്റോ ചേട്ടൻ അനുഭവിക്കും. അമ്മ തന്നല്ലേ അമ്മ എനിക്ക്. കനക നീ വന്നേ. ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിന്നോട് എനിക്ക് ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കണ്ടെന്ന്. ഇന്ന് ഞാൻ കൃത്യം പറയുവാണ്, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണ്ട. ചേച്ചി എന്നെ ഏൽപ്പിച്ച പൈസ ഇല്ല, ചിട്ടി പൈസ 25,000 രൂപ. അതിന് 500 രൂപ ക്ലീറ്റോ ചേട്ടൻ വന്നെടുത്തോണ്ട് പോയി. പേടിച്ചിട്ടാണ് ഇവിടെ വെക്കാൻ കഴിയൂല. അതിട്ട് ഞാൻ അമ്മ തന്നെയാണ്. അമ്മ തന്നെയാണ്. അമ്മ തന്നോ? പൈസല്ലോ പിന്നെന്തോടെ ഇവിടെ ഉടായ്പ അലമാരിയിലിരുന്ന പൈസയാണ്. നിന്നെ പറഞ്ഞാ മതി. ഈ മനുഷ്യന്റെ സ്വഭാവം അറിയില്ല. തുറന്ന് മലത്തി വെക്കുകയാണോ? തുറന്ന് മലത്തിയല്ല വെച്ചത്, അലമാരിടാത്ത ഒരു ഡയറി ഇടാത്ത വെച്ചത്. 25,000. ഞാൻ അവിടെ ഒന്നും കേറിയില്ല, ഞാൻ എടുത്തില്ല. പറന്ന് വന്നായിരിക്കും. നമ്മുടെ അലമാരിയുടെ അകത്ത് ഡയറിയുടെ അകത്ത് വെച്ചിരുന്ന പൈസ എടുത്തില്ല പൊന്നെ. 500 രൂപ അത് ഞാൻ എടുത്തായിരുന്നു. നീയോ? 2 ദിവസം മുമ്പ് പോകുമ്പോ എന്റെ വേറെ പൈസ ഇല്ലാത്ത അവന് എടുത്തിട്ട് പോയല്ലേ. എന്നിട്ട് എന്തേട്ടൻ പറയാഞ്ഞത്? ഞാനത് മറന്നുപോയി. ഞാൻ പേടിച്ചു പോയടാ അവര് വന്നപ്പോഴേ. വേണ്ട പിടിച്ചോ. അല്ല വേണ്ട പിടിച്ചോ, അത് കുഴപ്പമില്ല, ഞാൻ വെച്ചോളാം. അത് കുഴപ്പമില്ല, വെച്ചോ. അറിഞ്ഞില്ല കേട്ടോ, പറയാതെ എടുത്തോണ്ട് പോയത്. ഞാൻ അറിഞ്ഞില്ലല്ലേ, ഞാനങ്ങ് മറന്നതല്ലേ. അമ്മ നിങ്ങളടുത്ത് ഞാൻ എത്ര പ്രാവശ്യം ഞാൻ വാവിട്ട് ചോദിച്ചില്ലേ, ഒരു വാക്ക് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്ന? എന്നെ കള്ളനാക്കിയില്ലേ നിങ്ങൾ കൂടെ ചേർന്നിട്ട്? ചേട്ടാ നീയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ പൈസ വാങ്ങിച്ച വിവരം ഈ വീട്ടിൽ ആരും അറിയരുത്, കമാന്നൊരു അക്ഷരം ആരടുത്ത് മിണ്ടി പോവരുതെന്ന്. രത്തമ്മയ്ക്ക് വാക്കൊന്നേ ഉള്ളു, എന്നെ കുറ്റക്കാരിയാക്കുന്ന. ഇപ്പം മിണ്ടി പോവരുത്, നാറ്റിക്കരുത്, നല്ല ആളാണ്.